ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനും എൻ്റെ ഫാമിലിയും കൊല്ലം മൺട്രോത്തുരുത്തിലും വാടി ഹാർബറിലും ചിലവിട്ട ഒരു ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ഈ ഒരു ദിവസത്തെ പല കാഴ്ചകളും iPhone 17 പ്രോയിലാണ് പകർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാറായപ്പോഴത്തേക്കും നല്ല മഴ. 17 പ്രോ എന്ന ഈ ഒരു ഫോണുമായിട്ട് ഒരു ദിവസം നമ്മൾ പുറത്തു പോയാൽ അതിന്റെ ബാറ്ററി എങ്ങനെയെന്നും അതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയെന്നും ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ എ ഡേ ഇൻ അവർ ലൈഫ് വിത്ത് iPhone 17 പ്രോ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറക്കണീറ്റു. നമ്മുടെ iPhone 17 പ്രോ ഈ ഒരു ഫോണുമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ്, അതാണ് ഇന്നത്തെ ഈ വീഡിയോ. സമയം ഇപ്പോൾ 9:24 100% ചാർജ് ഇപ്പോൾ ഫോണിനകത്തുണ്ട്. ഞാൻ സാധാരണ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ആദ്യം തന്നെ രാവിലെ ഫോൺ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ച് സമയം ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ നോക്കും. അതുപോലെ വാട്സപ്പിൽ വന്ന രാവിലെ ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ രാവിലെ തന്നെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സെൽഫി ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ എന്തോ ഒരു വള്ളം അങ്ങാണ്ട് വരുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ലോങ് വള്ളത്തോടാണ്. ആ പൂരിയുടെ ടെക്സ്ചറൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ. ഈ വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ സമയം 10:30 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തോളൂ. ഇത്രയും സമയം കൊണ്ട് ആ ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത സമയം കൊണ്ട് ഏകദേശം 3% ബാറ്ററി ഇതുപോലെ ഡ്രെയിൻ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് നേരം ക്യാമറ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ ചെറുതായിട്ട് ഫോൺ വാം ആകുന്നുണ്ട്. ഓവർ ഹീറ്റ് ഒന്നും പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് വാം ആകുന്നുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ജൈത്ര ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. 4K 30 FPS ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ഫുൾ സൈഡെല്ലാം ലേക്കായിട്ട് ചുറ്റപ്പെട്ട ഐലൻഡാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ്. അങ്ങനത്തെ കിട്ടില്ല വ്യൂസ് നമുക്ക് ഇവിടുന്ന് കാണാം. ഇന്ന് ചെറുതായിട്ടൊരു ഷെയ്ഡി ക്ലൗഡി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് കാണാൻ വലിയ ചൂടൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ല വീഡിയോ എടുത്തു കഴിഞ്ഞാലും നല്ല ഒരു HDR എഫക്റ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ക്ലൗഡൊക്കെ കണ്ടില്ല, നല്ല വിസിബിളാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മുൻകാല ഐഫോണിൻ്റെ സെൽഫി വീഡിയോകളൊന്നും പോലൊന്നും അല്ല ഇപ്പോഴത്തെ സെൽഫി വീഡിയോ. നല്ല ക്വാളിറ്റി. അതായത് നേരത്തേക്കുള്ള പല ഐഫോണുകളും, അതായത് iPhone 16 സീരീസ് വരെ നമുക്ക് വ്ലോഗൊക്കെ എടുക്കുമ്പം ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു സെൽഫി വീഡിയോ അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറി. 17 സീരീസിൽ സെൽഫി വീഡിയോ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇപ്പം ബാക്ക് ക്യാമറയുടെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന സെയിം ക്വാളിറ്റി സെൽഫി കിട്ടുന്നുണ്ട്. ഇതും ഞാൻ 4K 30 ലാണ് ഷൂട്ട് ചെയ്യുന്നത് സെൽഫി വീഡിയോ. ഇവിടെ നിന്നാൽ ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1x ലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനൊന്ന് സൂം ചെയ്യാം. ഇത് അത്തരത്തിൽ 8x ഒപ്റ്റിക്കൽ സൂം ചെയ്ത വീഡിയോ ആണ്. എന്നാൽ നമുക്ക് വീണ്ടും സൂം ചെയ്യാൻ സാധിക്കും. നമുക്ക് മാക്സിമം 24x വരെ ഇത്തരത്തിൽ സൂം ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇത്രയും ദൂരെ നിൽക്കുന്ന ഷോട്ടാണ് ഞാൻ ഇത്രയും ക്ലോസ് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്നത്. 24x, ഇത് 4x, ഇത് 8x. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭംഗി കാണിച്ചായിരുന്നു. ഓക്കെ, ഇതാണ് റൂംസൊക്കെ. ലേക്ക് വ്യൂ റൂംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. അകത്തൊക്കെ ഇവിടെ അടിപൊളി ആയിട്ടുള്ള പല പല സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു പൂളുണ്ട്, എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ താമസിച്ച റൂം കാണിച്ചായിരുന്നു. ഇത് നമ്മുടെ താമസിക്കുന്ന റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഞാനിപ്പോൾ ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറയുന്ന iPhone 17 പ്രോയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഒരു രീതി. അതായത് മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഐഫോണിൽ ഡ്യുവൽ ക്യാപ്ചർ കൊണ്ടുവരുന്നത്. അതുപോലെ സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് വെച്ച് ഷൂട്ട് ചെയ്യും. അതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. L1 ഉണ്ടല്ലേ റൂമിൻ്റെ പേര്. അത്തരത്തിൽ ഡ്യുവൽ ക്യാപ്ചറിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് സാധാരണ സാംസങ് ഫോണിലൊന്നും ഡ്യുവൽ ക്യാപ്ചർ ഉണ്ടെങ്കിലും നമുക്ക് വൈൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൂം ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇത് സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് വിഷ്വൽ ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ ഇത്? അടിപൊളിയല്ലേ? ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാറായപ്പോഴത്തേക്കും നല്ല മഴ, സൂപ്പർ മഴ പെയ്യുന്നുണ്ട്. കാണിച്ചു തരാം എത്രത്തോളം ക്യാമറയിൽ ഈ മഴ പെയ്യുന്ന വിഷ്വലുകൾ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളി.
യെസ്, അങ്ങനെ ഞങ്ങളിത് ഈ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. സമയം 11:40. ഇടയ്ക്ക് ആ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടുന്ന ടൈം ഒരു അല്പം ഒന്ന് ഡിലേ ആയി. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി റിമെയിൻ ചെയ്യുന്ന നോക്കി 80% ആണ് ബാറ്ററി റിമെയിൻ ചെയ്യുന്നത്. 2 മണിക്കൂറും 40 മിനിറ്റും ആയപ്പോൾ തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 20% ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോ ഫോട്ടോസും ആണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരുത്തിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് സമയം കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് തന്നെയും കൊല്ലത്ത് ബീച്ചിലേക്കാണ്. ഉച്ച സമയത്തോടുകൂടിയാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ആ ബീച്ചിലേക്ക് വന്നെങ്കിലും നല്ല മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ചിൽ നമുക്ക് ഇറങ്ങി കാണാനൊക്കെ നല്ലൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു വേണം പറയാൻ. സെൽഫി വീഡിയോ ആണ്. ഇപ്പോൾ നല്ല ഈ പറഞ്ഞ പോലെ അവിടുന്ന് തിരിച്ചപ്പോൾ ഉള്ള പോലെ ഇവിടെയും നല്ല ക്ലൗഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് എത്ര മണി? 12:58, 1 മണിയായിട്ട് നമുക്ക് വലിയ വെയിലില്ല. ബീച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടില്ലാതെ വെയിലില്ലാതെ ഇവിടെ നിൽക്കാം. നല്ല ക്ലൗഡിയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സെൽഫി 8x വീഡിയോ ഷൂട്ട്, അതൊരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നത്. എന്ത് ദൂരെ നിൽക്കുന്ന ആളുകളാണ് നിൽക്കണേ. 8x ഇത്രയും ദൂരെയാണ് ഉണ്ടല്ലേ? സൂപ്പർ അല്ലേ? 8x 0.5x വൈഡ്. അങ്ങനെ ഇപ്പോൾ സമയം 1:15 മണിയായി, 1:15 കഴിഞ്ഞു. അപ്പോൾ ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഇനി ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. ഇത് ഞങ്ങളങ്ങനെ വരുന്ന വഴിക്ക് വാടി ഭാഗത്ത് നിർത്തി നോക്കി. സെൽഫി വീഡിയോ ആണ്. എന്ത് ഭംഗി നോക്കിയത്. ആ കിളികളൊക്കെ പറക്കുന്നത് തന്നെയാണ് അടിപൊളി. ആ സ്കൈയുടെ ആ ബ്ലൂ കളറുണ്ട്, അടിപൊളി. അതുപോലെ അവിടുത്തെ ആ ക്ലൗഡൊക്കെ നോക്കി എന്ത് വിസിബിൾ ആണ് നോക്കി. സൂപ്പർ സെൽഫി. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്ന് വേണം പറയാൻ. നോക്കി അങ്ങനൊരു ഷിപ്പ് കിടക്കുന്ന നോക്കി, കണ്ടോ? നമുക്കൊന്ന് സൂം ചെയ്യാം. ഇതിപ്പോൾ സൂം ഔട്ട് ഫുൾ വൈഡ് സൂം ചെയ്യുന്നു. ഷിപ്പ് ഇപ്പോൾ 4 കഴിഞ്ഞു. 8x സൂമിലേക്ക് വന്നു. 24x. ഓക്കെ, ആ ഷിപ്പിൽ കെട്ടിയിരിക്കുന്ന കയർ വരെ കാണാം. വീണ്ടും വൈഡ്. അവിടുന്ന് നമ്മൾ നേരെ വാടി ഹാർബറിലേക്കാണ് വന്നിരിക്കുന്നത്. ഹാർബറിനകത്തേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളോടൊന്ന് കാണാം. യെസ്, അങ്ങനെ വാടിയിൽ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും, ഇപ്പോൾ നിങ്ങൾ കണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ വാടിയിൽ നിന്ന് നല്ല ചൂട്, വെയിൽ, ഉപ്പാടായി. ഇനി നമുക്കിപ്പം സമയം 1:45, ഫുഡ് കഴിക്കുമ്പോൾ. യെസ്, ഊണ് കഴിക്കാനായിട്ട് കയറുകയാണ്. ഇവിടെ ഒരു കൊല്ലത്ത് ചിന്നക്കടയിലെ ചാമക്കടയിലുള്ളൊരു വലിയ ഹോട്ടലാണ്. നോക്കാം. യെസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ കാറിലോട്ട് വന്നു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:15 മണിയായി. 3:15 മണി. ഈ സമയത്തുള്ള ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 30% ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ബാറ്ററി ഡൗൺ ആവുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഞാൻ വീട്ടിലൊക്കെ ഇരുന്നത് ഉപയോഗിക്കുമ്പോൾ കൂടുതലും മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നില്ല, വൈഫൈ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ആപ്പിൾ കാർപ്ലേയും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇത്രയും ബാറ്ററി ഡൗൺ ആവുന്നതെന്ന് തോന്നുന്നു. അറൗണ്ട് 30% ഉള്ളൂ ഇനി ഇപ്പോൾ. അപ്പോൾ ഇനി എനിക്ക് വീട്ടിൽ ചെല്ലണം. അപ്പോൾ ഈ രാത്രി വരെ ഇത് എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ. സാധാരണ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ രാത്രി ഒരു 11 മണിക്ക് കിടക്കുന്ന സമയത്ത് പോലും ഒരു 30% മുതൽ ഒരു 20% വരെ ബാലൻസ് നിൽക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും കാണിച്ചു തരാം എങ്ങനെ നിൽക്കുന്നു, എത്ര മണിക്ക് 0 ആവുമെന്ന് കാണിച്ചു തരാം. വൈകിട്ട് ഏകദേശം 4:15 കൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഈ 4:15 വീട്ടിലെത്തുമ്പോൾ അന്നേരം ഫോണിനകത്തുണ്ടായിരുന്ന ബാറ്ററി പെർസെൻറ്റേജ് ബാലൻസ് റിമൈനിങ് എന്ന് പറയുന്നത് 22%. എനിക്കിതിനിടയിൽ ഒരു ചെറിയ അബദ്ധം പറ്റി. അതായത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മാക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് Type-C കൊടുത്ത് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർത്തില്ല സത്യം പറഞ്ഞാൽ 20% ബാറ്ററി ആ ഒരു ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചാർജ് ആയി. 20%. കുഴപ്പമില്ല, 100 എന്നുള്ളത് 121 കണക്ക് കൂട്ടിയാൽ മതി മാക്സിമം. അതിലിപ്പോൾ സമയം ഏകദേശം 8 മണിയായി രാത്രി. അതിനകത്ത് ഇപ്പോൾ ഏകദേശം നോക്കി 114% കൺസ്യൂം ചെയ്തിരിക്കുകയാണ്. പോയിട്ട് ഇനി 7% ബാക്കി ബാലൻസ് ഉള്ളത്. ഈ സമയത്ത് ആകെ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 53 മിനിറ്റുമാണ്. ഇപ്പോൾ മൊബൈൽ ഡാറ്റയിലും ആപ്പിൾ കാർപ്ലേ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് 4.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ 9 മണിക്ക് ഞാൻ 100% ചാർജിൽ നിന്നാണ് ഇന്ന് എടുത്തത്. ഇപ്പോൾ രാത്രി സമയം 8 മണിയായി. ഇനി ഒരു 7% കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൂടെ കഷ്ടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ 12 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ചാർജ് നിൽക്കുമെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സ്ക്രീൻ ഓൺ ടൈം 4.5 മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്യാതിരുന്ന ദിവസം ഇപ്പോൾ ഏകദേശം 7 മണിക്കൂറും 5 മിനിറ്റും സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി? അതുപോലെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി? വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ബൈ.